ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ മനോഹരമായ ഒരു ജ്ഞാനമുണ്ട്. സ്വീകരണം ദൗർബല്യമല്ല, അത് ആന്തരിക ശക്തിയുടെ ഒരു അടയാളമാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളോടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളോടും ആളുകളോടും പോരാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ആകരുതായിരുന്നോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നോ, അയാൾ ഇങ്ങനെ പറയരുതായിരുന്നോ, ഇത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്വീകരണം യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് കാണലാണ്. മഴ പെയ്യുമ്പോൾ അതിനെ നമുക്ക് തടയാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ഒരു കുടയെടുക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് തടയാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ല. പക്ഷെ അതിനോട് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ അതേപോലെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവും. മനസ്സ് ശാന്തമാകുമ്പോൾ ശരിയായ തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും, വിവേകത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. അത് നമുക്ക് കൂടുതൽ സമാധാനം നൽകും. ഒരു മരം കാറ്റ് വരുമ്പോൾ കാറ്റിനോട് പോരാടുന്നില്ല, അതിനെ എതിർക്കുന്നില്ല. കാറ്റ് വരുമ്പോൾ അതൊന്ന് വളയും, കാറ്റ് പോയി കഴിഞ്ഞാൽ നിവർന്ന് നിൽക്കും. മരത്തിൻ്റെ വഴങ്ങാനുള്ള കഴിവാണ് അതിൻ്റെ ശക്തി. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും അതേപോലെ സ്വീകരിക്കാനുള്ള കഴിവാണ് നമ്മുടെ ആ ഒരു ശക്തി. ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് ഇതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത്. അതിന് ധ്യാനവും ബോധപൂർവമുള്ള ശ്വാസവും നമ്മളെ സഹായിക്കും. അത് നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ജീവിതത്തോട് നമ്മൾ പോരാടേണ്ടതില്ല. ജീവിതത്തെ നമ്മൾ ഒരു പരിശീലന കളരിയായിട്ട് കാണുക. അങ്ങനെ കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം നമുക്ക് സമാധാനം മാത്രമാണ് നൽകുന്നതെന്ന് നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയും. അപ്പോൾ ഈ ജ്ഞാനം നമ്മൾ കേട്ട് ഈ ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിതം നമുക്ക് കൂടുതലായിട്ട് സമാധാനം നൽകുക. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കി കൊടുക്കലാണ് നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത, നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവങ്ങൾ നടന്നാലും ഏത് സാഹചര്യങ്ങളുണ്ടായാലും അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ്. മഴ വന്ന് പെയ്ത് പോകുന്നത് പോലെയാണ്. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ കാണുകയാണെങ്കിൽ ആ ഒരു ജീവിതം കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നതെന്ന് നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയും. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ